സപ്ലൈ കൊടുത്തു കണ്ടോ 72 75. വർക്കിംഗ് ബോർഡാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. മാക്രോ ലെൻസാണിത്. ഇതിട്ട് കഴിഞ്ഞാൽ മാക്രോ നമ്മൾ വളരെ അടുത്തുള്ള ഒബ്ജക്റ്റുകളൊക്കെ പോയി നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം. ഒരുപാട് പൈസ ഉള്ളവരാണ്, ഒരുപാട് മെനക്കെടാൻ വയ്യ, ജോലി ചെയ്യാൻ വയ്യ, ബിസിനസ് ചെയ്യാൻ വയ്യ, ബുദ്ധിമുട്ടുകളും റിസ്ക്കുകളും ഒന്നും എടുക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ ഇതുപോലെ FD ഒക്കെ കൊണ്ടിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആ മന്ത്ലി ഒരു ചെറിയ തുകയായാലും കിട്ടുമല്ലോ. അതെടുത്ത് വെച്ചും കഴിഞ്ഞ് പോവാനേ. ഫ്രീസർ നിറയെ മാവല്ലേ, ഭയങ്കര തിരക്ക്. അപ്പൊ 50,000 പേര് കണ്ട നമ്മളെ വീഡിയോക്ക് ഒരു വിലയില്ല കേട്ടോ. ഓക്കെ, എൻജോയ് എൻജോയ്. ഞങ്ങൾക്കൊന്ന് സ്പെഷ്യലായിട്ട് തന്നൂടെ എന്തേലും ഒക്കെ. ഓ പായസം പായസം, താങ്ക് യു. ഇതൊന്ന് തേച്ചിട്ടിടായിരുന്നു, അല്ലേ വേണ്ട, സമയം പോയി. ഇപ്പോൾ പോയി ഫുഡ് കഴിക്കണം. 7:40 കഴിച്ചിട്ട് നല്ല മണം. ഇത്തവണ മേടിച്ച് നമ്മുടെ സർഫ് കൊള്ളാം. സർഫ് ലേരിയല്ലേ സാധനം കൊള്ളാം, നല്ല മണമുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. അയ്യോ അടച്ചില്ല. ഓക്കെ, ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും ഹാപ്പിയാണ്, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ പോലെ നമ്മുടെ ഡെയിലി ലൈഫ് റൂട്ടീൻ, ഡെയിലി എന്താ പറയുക, ജീവിതത്തിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. പോവാ. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ രാവിലെ ഒരു അത്രേ 7:50. ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി. മുട്ടേണ്ണം എന്തോ അവിടെ നിൽക്കുന്ന മുട്ടേണ്ണം കഴിച്ചിട്ട് ഇറങ്ങി. ഞാനാണെങ്കിലോ കഴിക്കാൻ ഇറങ്ങാൻ ലേറ്റായിപ്പോയി. ഇപ്പോൾ 7:50. ഇനിയിപ്പോൾ പോയി വേഗം കഴിച്ചിട്ട് വരാം. കണ്ടോ, കഴിച്ചിട്ട് വന്ന് നിൽക്കുക. എന്നെ കൂട്ടാണ്ട് വന്ന് കഴിച്ചൊറ്റയ്ക്ക്. ഞാൻ ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് തിരിച്ചു വരിക. നല്ല തിരക്ക് ഇപ്പോൾ ഹോട്ടലിൽ. രാവിലെ 8 മണിയാവുന്നു. ഈ 8 മണി സമയത്തും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, അവർ നന്നായി പോകട്ടെ. അങ്ങനെ തന്നെ ചില തെണ്ടിയൊക്കെ അസൂയാണ്. അതല്ലേലും അങ്ങനെയാണല്ലോ. മറ്റൊരാൾ വളരുന്ന കാണുമ്പം വേറൊരാൾക്ക് അങ്ങ് വല്ലാത്തൊരു ചൊറിച്ചില്ല. എന്താ കാര്യമൊന്നും എനിക്കറിയത്തില്ല. എന്തെങ്കിലും ആവട്ടെ. രാവിലെ ഓഫീസിലെത്തിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ്. ഒട്ടനവധി വർക്കുകൾ, കുറച്ച് വർക്ക് 1-2 എണ്ണം വെള്ളിക്കെട്ടുണ്ട് തീർക്കാൻ. ഒക്കെ തീർക്കണം. പിന്നെ ഇപ്പോൾ ഒരു ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ ആയിട്ട് ഞാൻ വളരെ എന്താ പറയുക, എനിക്ക് ഇന്ന് വരെ കിട്ടാത്ത 1-2 കംപ്ലൈൻറ്റുകൾ കിട്ടി. അപ്പോൾ അത് നമ്മളതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. ആൻഡ് ഐ എം ഹാപ്പി. പക്ഷെ ഞാൻ വിചാരിച്ചത്, ഞാൻ മുമ്പ് ഇതുപോലെ ആയിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ പുതിയ കംപ്ലൈൻ്റൊക്കെ വരുമ്പം കുത്തിയിരുന്ന് മെനക്കെട്ടിരുന്ന് അതിന് എന്താണെന്നുള്ളത് നോക്കി കണ്ടെത്തിയൊക്കെ ചെയ്യുമായിരുന്നു. വലിയ സംഭവമൊന്നുമല്ല. ചിലപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, നമുക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും അല്ലേ. നമുക്കറിയാത്തതുകൊണ്ടാണല്ലോ എല്ലാം പുതിയതാണ് അല്ലെങ്കിൽ എന്തോ വലുതായിട്ട് നമുക്ക് തോന്നുന്നു. ബാക്കി ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, അത് വേറെ കാര്യം. സോ അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞാനങ്ങനെ 1-2 കാര്യങ്ങൾ, 1-2 ഐ തിങ്ക് ഇറ്റ്സ് കുറച്ച് നല്ലത് തന്നെ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് കംപ്ലൈൻറ്റുകളൊക്കെ, പുതിയ തരം കംപ്ലൈൻറ്റുകൾ. അത് ഐ നോ ദാറ്റ് നമ്മളിപ്പോൾ ലോകത്തിലുള്ള എല്ലാവരെയായിട്ട് കമ്പയർ ചെയ്യല്ല, ബട്ട് നമുക്ക് അടുത്തുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
വി ആർ സോ ഫാർ ഫ്രം ദം. നമ്മൾ കുറച്ചധികം മുമ്പിലേക്ക് കൂടി പോകുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം, അതിൽ സന്തോഷം. ദിസ് ഈസ് മൈ കീലെസ് എൻട്രി. ഇതെൻ്റെ കീയാണ് കേട്ടോ. റൂമിലത്, ഇവിടുത്തെ ഓഫീസിലത്, പിന്നെ റൂമിനകത്ത് ഞങ്ങളുടെ റൂമിലേക്ക് കയറാനുള്ളത്, പിന്നെ ഇത് വന്നിട്ട് ഇവിടുത്തെ ഡ്രോയിൻ്റെ. ഈ ഡ്രോയിൻ്റെ ഞാൻ ഇത് ചാവിയാക്കാൻ കാരണം ചാവി ഇല്ലാതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് നടന്നത്. ആക്ച്വലി ഇത് പൂട്ടിയിട്ടില്ല, എല്ലാം പൂട്ടാണ്ടാണ് പോയത്. 1-2 ടൂൾസ് എൻ്റെ പാകപ്പിഴവുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നായിരിക്കാം മിസ്സായത്. ബട്ട് ഇനി മിസ്സാവരുത് എന്ന് കരുതി ഞാനത് ലോക്ക് ചെയ്ത് വയ്ക്കും. പോകുമ്പോൾ തിരക്ക് ഇവിടെ എല്ലാം തപ്പിയിട്ടും കിട്ടിയില്ലത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പൂട്ടാമെന്ന് കരുതി. പക്ഷേ ഇന്നലെ പൂട്ടിയില്ല, ഇന്ന് തൊട്ട് പൂട്ടാം നമുക്ക്. ഓക്കെ, അപ്പോൾ എന്നാൽ ഇന്നത്തെ എൻ്റെ വർക്കിലേക്ക് കിടക്കട്ടെ. എല്ലാവർക്കും സ്വാഗതം. ഇവിടെയാണ് അപ്പോൾ നമ്മുടെ വർക്ക്. ഞാൻ ഏതോ ഒരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ റൂം അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ അന്നത്തെ കണക്കായിരിക്കത്തില്ല ലുക്ക്, കുറച്ച് കായികപരമായി കുറച്ച് ടൂൾസ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെക്കാളും കുറച്ചുകൂടെയൊക്കെ ഡിഫറൻസൊക്കെ വരാൻ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു മൈക്രോസ്കോപ്പ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തെർമൽ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തെർമൽ ക്യാമറ ആക്ച്വലി ഇതിനേക്കാൾ വലുപ്പത്തിൽ അല്ലെങ്കിൽ സൈസിൽ ഇരിക്കേണ്ട ഒരു സാധനമാണ്. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാനതിനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. സോ ഇപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചെറിയ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ മൈക്രോസ്കോപ്പ്. ഇത് വേറൊന്നുമല്ല കേട്ടോ, ഇതിലൂടെ നോക്കും എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ചെറിയ കമ്പോണൻസൊക്കെ സോൾഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ടും, അതുപോലെ ചെറിയ കമ്പോണൻസുകളുടെയൊക്കെ കണ്ടില്ലേ, ഇങ്ങനത്തെ ചെറിയ പാർട്സാണ് ഇതിനകത്ത് വരുന്ന മദർ ബോർഡിൽ. അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്നതൊക്കെ വലിയ പാർട്ട് സ്പെയറുകളാണ് കേട്ടോ. ഇതിനകത്ത് വളരെ ചെറിയ പാർട്സും വരുന്നുണ്ട്. അത് നമുക്ക് ഇത് വെച്ച് നോക്കിയാലേ കറക്റ്റ് അറിയാനൊക്കെ പറ്റും. ഇവിടെയൊക്കെ ചെറിയ റെസിസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിത് യൂസ് ചെയ്യൽ. അതുപോലെ ആ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ റീഡിങ് എടുക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഈ കാണുന്നതാണ് ഞാൻ തെർമൽ ക്യാമറ എന്ന് പറഞ്ഞത്. ഇത് ആക്ച്വലി വരുന്നത്, ഇത് വേറൊരു ഫ്രെയിമിൽ വന്നിട്ട് അത് വേറൊരു ഫ്രെയിമിലും പിന്നൊരു ഫ്രെയിമിലും കൂടെ ആയിട്ട് ഏതാണ്ട് ഇതേ രൂപത്തിൽ അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു പാർട്ടായിട്ട് ഇരിക്കേണ്ടുന്ന സാധനമാണ്. പക്ഷേ ഇത് മാത്രമാണ് ഈ ക്യാമറ എന്ന് പറയുന്നൊരു യൂണിറ്റ്. ഇതാ ഇത്രേ ഉള്ളൂ, കണ്ടില്ലേ, ഈ ഒരു ചെറിയ സ്ക്വയർ. പിന്നെ അതിലേക്ക് ഒരു സപ്ലൈ പോകുന്നുണ്ട് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഈ ക്യാമറ എടുത്ത് ഇവിടെ വെച്ച് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ഓപ്പണാക്കി കാണിച്ചു തരാം. ഈ ക്യാമറ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഞാനൊരു മദർ ബോർഡ് എടുത്തു, മദർ ബോർഡ് മാത്രം വെച്ച് കാണിക്കാം. മദർ ബോർഡിലാണ് ഇതിനെ എന്താണ് ഇതിൽ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ സ്പെയർ എടുക്കുന്ന മദർ ബോർഡാണ്. ഇപ്പം ഞാനിവിടെ വെച്ചു. ഓക്കെ, ഇതിന് വെട്ടം വെളിച്ചമൊന്നും വേണ്ട, കാരണം ഇത് തെർമൽ നോക്കുന്നതാണ്. IR ആണെന്ന് തോന്നുന്നു. എന്ത് തന്നെ ആയാലും ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ക്യാമറ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കിയോ. ഈ കാണുന്ന ബോർഡില്ലേ, ഇതായിപ്പോൾ നിങ്ങൾ കണ്ടോ, സ്ക്രീനിൽ കണ്ടോ. ഇനി ഇതിനകത്ത് ഓവർ ഹീറ്റ് ആവുന്ന എന്തെങ്കിലും, ഇപ്പോൾ നമ്മൾ സപ്ലൈ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഹീറ്റ് ആവുന്നില്ല. എൻ്റെ കൈ ഞാൻ കൊണ്ടുവെക്കാം, നോക്കിക്കോണേ, കണ്ടോ എൻ്റെ കയ്യിൽ എത്ര ഡിഗ്രിയാണ് കാണിക്കുന്നത്, 36.2, 36.1 കണ്ടോ. ഇതൊരു നോർമൽ ടെമ്പറേച്ചറാണ്. ഈ ഒരു ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിൽ എപ്പോഴും കാണും ബിലോ 40 എനിക്ക് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. ഇതിനകത്ത് കാണിക്കുന്ന ഇതാണ് 35.5. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള നമുക്ക് എന്തെങ്കിലും കമ്പോണൻസ് ചൂടാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് അറിയാം. നമ്മൾ കൈ കൊണ്ട് ചെക്ക് ചെയ്താലും, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചൂടുണ്ടോ എന്ന് നമ്മളിങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കി അറിയാമല്ലോ ചൂടുണ്ടോയെന്ന്. പക്ഷേ അത് ചൂടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആക്ച്വലി നമുക്കറിയാൻ പറ്റാത്തത് പോലുള്ള ചെറിയ പെർസെൻറ്റേജിൽ ചൂടായി നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ചൂടായോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഇത്, തെർമൽ എന്ന് പറയുന്നത്. തെർമൽ ക്യാമറ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഹീറ്റുള്ള ഒബ്ജക്റ്റ് ഏതാണോ അത് എത്ര ശതമാനം ഹീറ്റായിട്ടുണ്ടോ, ഒരു 40 എബോവ് ആണെങ്കിൽ നമ്മൾ കംപ്ലൈൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കിയാൽ മതി. 40 വരെ ഉള്ളതെന്ന് പറയുന്ന ഒരു നോർമൽ ടെമ്പറേച്ചറാണ്. അത് എല്ലാ പാർട്സും ആ റേഞ്ചിൽ ചൂടാവാനൊക്കെ സാധ്യതകളുണ്ട്. എല്ലാം ചൂടാവും എന്നല്ല, ചൂടായാലും അതാവാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഈ 40 എബോവ് നല്ല ഹീറ്റ് പോകുന്നു. 40, 60, 70, 80 ഒക്കെ കയറുന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് തന്നെയാണ്. അതൊക്കെ മാറ്റേണ്ട സാധനങ്ങളാണ്.
അപ്പോൾ അങ്ങനെയുള്ളത് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്കൊരു സാമ്പിൾ കാണണം എന്നുണ്ടെങ്കിൽ ഞാനിതിൽ ഇതിപ്പോൾ നമ്മുടെ സ്പെയർ എടുക്കുന്ന ബോർഡാണ്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, എന്നാലും ഞാനിതൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലോ എന്നുള്ളത് കൊണ്ട് കാണിച്ചു തരാണ്. നിങ്ങൾ കാണുന്നതാണ് കണ്ടോ ബോർഡ്, ഇപ്പോൾ ഈ പ്രോസസ്സർ. അപ്പോൾ പ്രോസസ്സർ നമുക്ക് ഞാനിപ്പോൾ സപ്ലൈ കൊടുക്കുക, അപ്പോൾ പ്രോസസ്സർ ഓവർ ഹീറ്റ് ആകും അല്ലെങ്കിൽ ചൂടാകും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ കണ്ടേ പ്രോസസ്സർ എത്ര 38 ഡിഗ്രിയാണ് പ്രോസസ്സറിന് കാണിക്കുന്നത്. നമുക്ക് അതിലേക്ക് സപ്ലൈ കൊടുക്കാം. ഞാൻ സപ്ലൈ കൊടുത്തു, കണ്ടോ 72 75 കയറി പോകുന്നുണ്ടോ? ചൂടാവുന്നതുകൊണ്ടാണ് ആ ഒരു സാധനം മാത്രം ഇങ്ങനെ ഒരു സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന നമുക്ക് വരുന്നത്. കണ്ടോ 84 85 86 കണ്ടില്ലേ കയറി പോകുന്നത്. ഇതിപ്പോൾ ഡമ്മി ബോർഡ് ആയതുകൊണ്ട് നമ്മൾ സ്പെയറൊക്കെ എടുക്കുന്ന ഒരു സ്പെയർ ബോർഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ. വർക്കിംഗ് ബോർഡാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. ഇതാണ് നമ്മുടെ തെർമൽ ക്യാമറ. ഇപ്പം റീസെൻ്റ്ലി മേടിച്ചതാണ് കേട്ടോ. എനിക്കെപ്പോഴും ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റ് ലെവലിലിരിക്കണം. ഒരു ഓർഡർലെസ് ആയിട്ടോ അല്ലെങ്കിൽ മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കുന്നത് ഒന്നും എനിക്കങ്ങോട്ട് ദഹിക്കത്തില്ല കേട്ടോ. പെർഫെക്ഷൻ്റെ ആൾ അങ്ങനെയൊന്നും പറയണ്ട, അത്രയൊന്നുമല്ല, എന്നാലും കുറച്ച് വൃത്തിയും മെനയൊക്കെ വേണമെന്നുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എനിക്ക് ഇവിടെ ബോർഡ് ചെക്ക് ചെയ്യാം. ഇനി ബോർഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഓപ്പൺ ചെയ്യാനുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ ഇരുന്ന് നമുക്ക് ബുദ്ധിമുട്ടല്ലേ. ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ, എനിക്ക് ഒരിക്കലും സൗകര്യം ഇങ്ങോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. കണ്ടില്ലേ ഇത് വരുന്ന ഇതിൻ്റെ സ്റ്റാൻഡാണ്. ഇതിങ്ങനെയല്ല ആക്ച്വലി, ഞാനിതിങ്ങനെ സെറ്റ് ചെയ്തതാണ്. ഇവിടെ സ്ക്രൂ ടൈറ്റാക്കി പിടിപ്പിച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും, ഇത് ഒതുങ്ങി അങ്ങ് ഇരിക്കും. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങോട്ട് എടുത്താൽ മതി, ആവശ്യം കഴിയുമ്പോൾ അങ്ങോട്ട് വെക്കുക. ഇതെപ്പോഴും നമുക്ക് ആവശ്യമുള്ളതല്ലോ, എപ്പോഴും കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ എന്തായാലും ഈ സോഫ്റ്റ്വെയർ നമ്മൾ ക്ലോസ് ചെയ്തേക്കാം അല്ലേ. ഓക്കെ, ഇതിനൊരു ബട്ടൺ വരുന്നുണ്ട് കണ്ടേ, ആ ഒരു ലൈറ്റ് ഉണ്ടോ അപ്പോൾ ഓഫ് ആവും, ഉണ്ടോ, അതതിൻ്റെ ബട്ടണാണ്. ദെൻ ഇതെൻ്റെ മാക്രോ ലെൻസാണിത്. ഇതിട്ട് കഴിഞ്ഞാൽ മാക്രോ നമ്മൾ വളരെ അടുത്തുള്ള ഒബ്ജക്റ്റുകളൊക്കെ പോയി നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം, ചെറിയ തോതിൽ ചൂടൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് എൻ്റെ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് എൻ്റെ ഒരു ഇത് ഇങ്ങനെയൊക്കെ പോകണ്ടേ. അപ്പോൾ ഓക്കെ, നമുക്ക് പിന്നെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനൊരു ആഗ്രഹമായിരുന്നു, ഒരാഗ്രഹം, ദുരാഗ്രഹമാണോ എന്നറിയില്ല, എന്തോ ഒരു ബൈക്ക് എടുക്കണം എന്ന ആഗ്രഹം ഞാൻ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത. അത് പക്ഷേ എനിക്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. എടുക്കാൻ പറ്റായികയൊന്നുമില്ല കേട്ടോ, ദൈവം സഹായിച്ച് അങ്ങനത്തെ പ്രശ്നമില്ല. ബൈക്കാണേലും കാറാണേലും എടുക്കാനുള്ള ഒരു ഇതിപ്പോൾ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം സാധിക്കാം. പക്ഷെ ഞാൻ സാധിച്ചാലും ഞാൻ അവിടെ ഇല്ലല്ലോ, അതാണൊരു വിഷയം. നമ്മളിപ്പോൾ കൂടിപ്പോയാൽ 2 മാസം, അതിൻ്റെ മേളിൽ എന്തായാലും കാണത്തില്ല. അപ്പോൾ ഈ 2 മാസത്തേക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസ മുടക്കി അതങ്ങ് വേസ്റ്റാക്കി വെക്കണോ എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ ഈ പൈസ ബാങ്കിൽ തന്നെ കിടന്നിട്ട് എന്ത് കിട്ടാനാണ്? ബാങ്കിൽ കിടന്നാൽ കുറച്ച് പലിശയെങ്കിലും കിട്ടും. നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ലോണാണെന്നുണ്ടെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരു 5 കൊല്ലത്തേക്കായിരിക്കുമല്ലോ ലോണൊക്കെ ഇടുന്നത്. അപ്പോൾ ഈ 5 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ റെഡി ക്യാഷ് അങ്ങ് എടുത്ത് മുടക്കിയെന്ന് വെച്ചോ, അപ്പോൾ ആ പൈസ അങ്ങ് പോയി. 1 രൂപ പോലും അതിൽ നിന്ന് കിട്ടുന്നില്ല. FD ഇട്ടിരുന്നാൽ പോലും നമുക്ക് 1,00,000-ന് 250 രൂപ അങ്ങോട്ട് മാസം കിട്ടും. 250 350 അങ്ങോട്ട് മാസം. ഒരു 3 ലക്ഷം രൂപയൊക്കെയാണ് ഇപ്പോൾ ഒരു ബൈക്ക് എന്ന് പറയുന്നത്. 3 ലക്ഷം രൂപ മാസം കുറഞ്ഞതൊരു 800-900 രൂപ നമുക്ക് മാസം മന്ത്ലി. അതായത് സർക്കാർ പെൻഷൻ തരുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, വാർദ്ധക്യ പെൻഷനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള, അത് 500-1000 രൂപയല്ലേ തരുന്നത് മാസം, വർഷമോ എനിക്കറിയില്ല. അപ്പോൾ അതിനേക്കാളും ബെറ്റർ അല്ലേ, അത് കിട്ടില്ലേ. ഒരു കാറൊക്കെ എടുക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഒരു 2500 അല്ലെങ്കിൽ തൊട്ടൊരു 3500 4000 രൂപ, ഒരു 10 ലക്ഷം രൂപ ഇട്ട് എനിക്ക് തോന്നുന്നു അത്രയൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് മന്ത്ലി കിട്ടും. അതല്ലേ നല്ലത്. 10 ലക്ഷം ഇട്ടിരുന്ന
2500 3000 എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇലക്ട്രിസിറ്റി ബില്ല് എനിക്ക് തോന്നുന്നു അത്രയൊക്കെ വരും ഒരു വീട്ടിൽ 2 മാസം കൂടുമ്പോൾ. നമ്മളങ്ങ് അർമാദിച്ചെന്ന് വെച്ചു, ഒരു മാസം ആ 2500 വെച്ചാകുന്നു, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ 5000 വരുന്നെന്ന് വെച്ചു. ആ ബില്ല് നമുക്കങ്ങ് അടയ്ക്കാമല്ലോ. ബില്ലടയ്ക്കാനുള്ള കാശെങ്കിലും കിട്ടത്തില്ലേ അല്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ അങ്ങനെ പൈസ അധികം കൊണ്ട് ചെന്ന് എങ്ങനെ ഡംപ് ചെയ്യാതെ പൈസയിൽ നിന്നും ഒരു പൈസ ഉണ്ടാക്കുക. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതുണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. ഒരുപാട് പൈസ ഉള്ളവരാണ് ഒരുപാട് മെനക്കെടാൻ വയ്യ, ജോലി ചെയ്യാൻ വയ്യ, ബിസിനസ് ചെയ്യാൻ വയ്യ, ബുദ്ധിമുട്ടുകളും റിസ്ക്കുകളും ഒന്നും എടുക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ ഇതുപോലെ FD ഒക്കെ കൊണ്ടിട്ടാൽ മതി. അപ്പോൾ നമുക്ക് മന്ത്ലി ഒരു ചെറിയ തുകയായാലും കിട്ടുമല്ലോ. അതെടുത്ത് വെച്ചും കഴിഞ്ഞ് പോകാനേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നോക്ക്, നിങ്ങളുടെ ഇഷ്ടം. എനിവേ ഞാൻ ഒരുപാടൊന്നും ഇരിക്കുന്നില്ല. പിന്നെ കാണാം നമുക്ക്. ഓക്കെ, അങ്ങനെ ഉച്ചയ്ക്ക് ചോറുണ്ണാനുള്ള സമയമായി കേട്ടോ. 1 മണിയായി. ഇനിയിപ്പോൾ നമുക്ക് 1 to 2 ബ്രേക്ക് ടൈമാണ്. പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം അല്ലേ? Windows cannot install required files may be corrupt or missing. Make sure all the ഓക്കെ, നമുക്കത് ഇട്ട് നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ഫുഡ്. നമ്മുടെ ഫുഡ് കൊണ്ടുവരുന്നു, പോകുന്നു. അങ്ങനെ ചെറിയൊരു ക്ലിപ്പ് എൻ്റെ അകത്ത് ആഡ് ചെയ്യും. ഇത് ഈ വേന്ദ്രനെ ആഡ് ചെയ്യണം. അവനെ കിട്ടട്ടെ, അവനെ സിനിമയിലെടുത്ത്. ആരാ? ഇന്നൊക്കെ വലിയ വലിയ ആളുകൾ, ഇപ്പോൾ വലിയ ആളുകളായിരുന്നു. ഇതോ ഫ്രീസർ നിറയെ മാവാ. ഫ്രീസർ നിറയെ മാവല്ലേ, ഭയങ്കര തിരക്ക്. എല്ലാം നമ്മുടെ ഈ ദോശയുടെ സെറ്റേ ഉള്ളൂ. എന്തായാലും പിന്നെ കട്ടിൽ കുട്ടി ദോശ താത്ത വിളിച്ച് ഞാൻ കണ്ടില്ല. അത് ശരി. അപ്പൊ 50,000 പേര് കണ്ട നമ്മളെ വീഡിയോക്ക് ഒരു വിലയില്ല കേട്ടോ. ഓക്കെ, എൻജോയ് ചെയ്താ എൻജോയ്. ഞങ്ങൾക്കൊന്നും സ്പെഷ്യലായിട്ട് തന്നൂടെ എന്തേലും ഒക്കെ. ഇതിന്റെ നോക്കിയാൽ ഇതിന്റെ നോക്കാറുണ്ട്. ഇതിന്റെ വീഡിയോകളിൽ ആൾക്കാരെ നോക്കി, ഇതിന്റെ വീഡിയോയിൽ ആൾക്കാരെ നോക്കി നോക്കാൻ പറ്റും. ഇതിന്റെ ആൾക്കാരോ? എന്താ ആൾക്കാരെ? ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാര്. ആ ഓക്കെ, അതിങ്ങനെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പലയിടത്ത് പോയി കഴിക്കുന്നതൊക്കെ കണ്ട, ജ്യൂസോ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. എൻജോയ്. ആ കുഴപ്പമില്ല, കഴിച്ചു. ഒത്തിരി ഒന്നും പിടിച്ച് കഴിച്ചത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടല്ലോ ഇവിടെ. കൊള്ളാം കൊള്ളാം, നല്ലതാണ് നല്ലതാണ്. നാളെ ഉച്ചവരെ കിടന്ന് ഉറക്കാം അതല്ലേ? അല്ലേ അല്ലേ, എല്ലാം അടിപൊളിയായിരുന്നു. അയ്യോ ഒഴിക്കാറതല്ലേ. ഓക്കെ, പിടിച്ചോ. കൂടിയോ? ഹാഫ് മതി. വലിയ ഓ പായസം പായസം, താങ്ക് യു.
അച്ചാർ കഴിക്കാത്ത എന്തോ ഇന്ന് വാ ചുമ്മാ പറയുന്നേ. ഈ അച്ചാർ കഴിക്കാത്ത എനിക്ക് എപ്പോഴും കൂടുതലിടും. എനിക്കും ഒക്കെ കഴിക്കുന്ന എനിക്ക് കുറച്ചേ. അതെ, പക്ഷെ നമ്മളെടുത്ത് പണി നടക്കില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് തീർത്തത്. ആ എടുക്കാം. ഏതാ അച്ചാർ? ആ എടുക്കാം, ഇത് തീർത്തിട്ട് എടുക്കാം. ഇനിയിപ്പോൾ കല്യാണത്തിനായിട്ട് പോകുന്നുണ്ടോ അതോ അല്ല ഉടനെയൊക്കെ കാണുമോ? ഉടനെ കാണുമോ കല്യാണം? ആ, ഒരു വർഷം. ആ, നേരത്തെ കൂട്ടി പറയണല്ലേ ലീവ്? നമുക്കും അങ്ങനെ. ഞാൻ വന്നപ്പോഴേ പറഞ്ഞു, എന്നിട്ടും ഇപ്പോഴും അടിയാ. ഡിസംബറിൽ ഞാൻ ഡിസംബറാണ് പറഞ്ഞേക്കുന്ന. എന്തായാലും ഞാൻ പറഞ്ഞു ഡിസംബറിൽ ഞാൻ ഒരു കൊല്ലം മുന്നേ പറഞ്ഞതാ. ഇനി അതിൻ്റെ ഇടയിൽ വേറെ ആൾ കയറുന്നെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അങ്ങ് പോകും. പണി വേണ്ട. അതെ, നമ്മൾ ഒരു കൊല്ലം മുന്നേ പറഞ്ഞിട്ടേ പിന്നെ ഇപ്പം പുതിയ ആൾക്കാർക്ക് ഡിസംബറിൽ പോകണം, അവിടെ അതുകൊണ്ട് ഇതുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോകാൻ അതെന്തൊരു പരിപാടിയാണ്. അപ്പം നമ്മൾ പൊട്ടനല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഇതുപോലെ നേരത്തെ പറയണം. നമ്മളെപ്പോലെയല്ലേ അവർ ഇല്ലേ? എൻ്റെ പ്രതിഷേധം ഞാൻ വീഡിയോയിലൂടെയാണ് രേഖപ്പെടുത്തുന്നത്. നമ്മുടെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ആയി പോവുമോ? മനുഷ്യൻ്റെ എന്നാൽ നിർത്തിയേക്കാം. നമ്മുടെ ഫോണിൽ കാണിക്കും. ഇത് മൈക്ക്. ഇങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ക്ലീനായി പിന്നെ നമുക്ക് പോവാ. എന്നാ ബൈ ബൈ. അവൻ വർക്ക് ചെയ്യുന്നത് അപ്പുറത്തൊരു കമ്പനിയിലാണ്, ഞാനിവിടെ അല്ലേ, നമ്മളിവിടെ അവൻ അവിടെ. അപ്പോൾ ഹോട്ടലിൽ നടുക്ക് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഇവിടെ നിന്നും വരും. എന്നും ഉച്ചയ്ക്ക് നല്ല കമ്പനിയാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കും, ഇനി നേരെ റൂമിലേക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഓക്കെ, ഉച്ചയ്ക്ക് വന്നിട്ട് കുറച്ച് നേരം ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് കുറച്ച് നേരം കിടന്നു കേട്ടോ. കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി എഴുന്നേറ്റ് ഇനിയിപ്പോൾ വീണ്ടും ജോലിക്ക് അതായത് നമ്മൾ ഡ്യൂട്ടിക്ക് പോവാണ്. 2 മണിയായി. 2 മണി, 1 മണി തൊട്ട് 2 മണി വരെയാണ് ബ്രേക്ക്. അപ്പോൾ എന്തായാലും ഇതേ ഉള്ളൂ. ഇനിയിപ്പോൾ വൈകിട്ട് വരെ ഒരു 6:30 വരെ ഡ്യൂട്ടിയാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ആഹാരമൊക്കെ കഴിക്കുന്നു, കയറി കിടന്നൊക്കെ ഉറങ്ങുന്നു. ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമുക്കിവിടെ വെച്ച് നിർത്താമല്ലോ. ഇപ്പം തന്നെ ഒത്തിരി ലെങ്തായെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അതിനകത്തെന്ന് പറയുക ഞാൻ കട്ട് ചെയ്തൊക്കെ മാറ്റി ചെറുതാക്കി ഇറക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്തായാലും ഈ ഒരു വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ലെങ്ത് കൂടിപ്പോകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ദിവസം കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടേക്ക് കെയർ. ബൈ. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടേക്ക് കെയർ. ബൈ. ഓക്കേ, അങ്ങനെ ഓക്കെ. എനിവേ ഞാനങ്ങനെ വീണ്ടും നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഡ്യൂട്ടി ചെയ്യാൻ അല്ലേ, ഡ്യൂട്ടി ഫുഡൊക്കെ കഴിഞ്ഞു, കുറച്ച് റെസ്റ്റ് എടുത്തു, തിരിച്ച് വീണ്ടും ഡ്യൂട്ടി കയറി. ഇനി നമുക്ക് ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം തിരികെ പോകും. ഇതൊക്കെ തന്നെയാണ്
കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സീ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.